നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് രാത്രിയാണ് വേൾഡ് കപ്പിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടക്കുന്നത്. രാത്രി ഇന്ത്യൻ സമയം 10:30 വാഷിങ്ടൺ DC-യിലെ കെന്നഡി സെൻറ്ററിൽ വെച്ചിട്ട് ഈ പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഡ്രോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, വാച്ച് അലോങ് ചെയ്തിരുന്നു. അതുപോലെ വാച്ച് അലോങ് നടത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടെ ചേരാം, ലൈവ് ഉണ്ടാകും. നമുക്ക് കമൻറ്റൊക്കെ പറഞ്ഞ് അങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് വളരെ രസകരമായിട്ട് വേൾഡ് കപ്പ് ആവേശത്തിലൊന്ന് മുങ്ങിത്താഴാം. ഏതായാലും ഇപ്പോൾ ഇതിൻ്റെ ഈ ആവേശത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ എങ്ങനെ ഉണ്ടാകും ഇത്തവണത്തെ ഡ്രോ, അതിനുശേഷം എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഫിക്സ്ചർ, ഗ്രൂപ്പുകൾ എങ്ങനെയാവും നമ്മൾ നോക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ AI ടൂളായിട്ടുള്ള ജിംനായി 3.0 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ജെമിനായിയുടെ ഒരു പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ഡ്രോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നു. അതിൽ കൃത്യമായിട്ട് റൂൾസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നടത്തിയിട്ടൊരു മോക്ക് ഡ്രോയാണ്. അതായത് ഹോസ്റ്റ് ആയിട്ടുള്ള രാജ്യങ്ങൾ മെക്സിക്കോയെ ഗ്രൂപ്പ് എയിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. അത് ഓൾറെഡി ചെയ്തതാണ്, ഫിഫ അത് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാനഡ ഗ്രൂപ്പ് ബിയിൽ വരും, USA ഗ്രൂപ്പ് ഡിയിൽ വരും. പിന്നെ കോൺമെബോളിൽ നിന്ന് ഒറ്റ രാജ്യം മാത്രമാണ് ഒരു ഗ്രൂപ്പിലുണ്ടാവുക. അതേസമയം UEFAയിൽ നിന്ന് മിനിമം 1 മാക്സിമം 2 ടീമുകൾ ഒരു ഗ്രൂപ്പിൽ വരുന്ന രൂപത്തിലായിരിക്കും. AFC, CAF, CONCACAF, OFC ഈ കോൺഫെഡറേഷനിൽ നിന്ന് ഒരു ടീമാണ് ഒരു ഗ്രൂപ്പിലുണ്ടാവുക. ഇതാണ് റൂള്. പിന്നെ പോട്ടുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് വീണ്ടും അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണ് ഗ്രൂപ്പ് എയിൽ ആരൊക്കെയാണ്. ഗ്രൂപ്പ് എയിൽ പോട്ട് 1ൽ നിന്ന് തീർച്ചയായിട്ടും മെക്സിക്കോ ആയിരിക്കുമല്ലോ. മെക്സിക്കോയെ അങ്ങോട്ട് ഓൾറെഡി അലോക്കേറ്റ് ചെയ്തതാണ്. സോ മെക്സിക്കോ, ക്രൊയേഷ്യ, ഈജിപ്റ്റ്, ന്യൂസിലാൻഡ് ടീമുകൾ ഗ്രൂപ്പ് എയിൽ വരുമെന്നാണ് ജെമിനായിയുടെ മോക്ക് ഡ്രോ അനുസരിച്ച് പറയുന്നത്. ഗ്രൂപ്പ് ബിയിൽ കാനഡ, ജപ്പാൻ, പരാഗ്വയ്, ഘാന ടീമുകൾ. ഗ്രൂപ്പ് സിയിൽ സ്പെയിന്, സെനഗൽ, ടുണീഷ്യ, പിന്നെ UEFAയുടെ പ്ലേ ഓഫ് വിന്നർ പാർട്ട് ഡിയിലൂടെ വിജയിച്ചു വരുന്ന ടീമും. ഇതാണ് ജെമിനായുടെ ഒരു പ്രഡിക്ഷൻ. ഗ്രൂപ്പ് ഡിയിലേക്ക് വരുമ്പോൾ USA, ദെൻ ഉറുഗ്വായി, സ്കോട്ട്ലൻഡ്, കുറസാവോ ടീമുകൾ വരുമെന്നാണ് പ്രഡിക്ഷൻ. ഗ്രൂപ്പ് ഇയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജൻറ്റീനയുണ്ട്. ജെമിനി പറയുന്നത് ഗ്രൂപ്പ് ഇയിലാണ് അർജൻറ്റീന എന്നാണ്. അതേസമയം സ്വിറ്റ്സർലൻഡ്, UEFAയിൽ നിന്ന് സ്വിറ്റ്സർലൻഡുണ്ട്. അതുപോലെ ഖത്തർ വരുന്നു, ഏഷ്യൻ ടീമായിട്ടുള്ള ഖത്തർ ആ ഗ്രൂപ്പിലുണ്ടാകും എന്ന് പറയുന്നു. അപ്പം പുതിയ ടീമായിട്ടുള്ള വേൾഡ് കപ്പിന് പുതുതായിട്ട് യോഗ്യത നേടിയിട്ടുള്ള കുഞ്ഞൻ ദ്വീപ് രാഷ്ട്രം കേപ്പ് വെർദയും ഉണ്ടാകും. ഇതാണ് ഗ്രൂപ്പ് ഇയിൽ ഇപ്പം ജർമ്മനി നടത്തുന്ന ഒരു പ്രഡിക്ഷൻ. ഗ്രൂപ്പ് എഫിൽ നിന്ന് ഗ്രൂപ്പ് എഫിൽ ഫ്രാൻസ്, ഇറാന്, അൾജീരിയ, അതുപോലെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിൻ്റെ പാർട്ട് 1ൽ വിജയിച്ചു വരുന്ന ടീം. ഇതാണ് ഗ്രൂപ്പ് എഫ് പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രൂപ്പ് ജി ആണെങ്കിൽ ഇംഗ്ലണ്ട്, മൊറോക്കോ, ഉസ്ബെക്കിസ്ഥാൻ, ഹെയ്റ്റി ടീമുകൾ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ, ഗ്രൂപ്പ് എച്ചിൽ ബ്രസീൽ, ഓസ്ട്രിയ, നോർവേ, ജോർദാൻ ടീമുകൾ വരുന്നു. ദെൻ ഗ്രൂപ്പ് ഐയിൽ പോർച്ചുഗൽ, കൊളംബിയ, ഐവറി കോസ്റ്റ്, UEFA പ്ലേ ഓഫ് വിന്നർ പാർട്ട് എയിലൂടെ വിജയിച്ചു വരുന്ന ടീം. ദെൻ ഗ്രൂപ്പ് ജെയിൽ നെതർലൻഡ്സ്, ഇക്വഡോർ, സൗദി അറേബ്യ, പിന്നെ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫ് 2 വിജയിച്ചു വരുന്ന ടീം. ഗ്രൂപ്പ് കെയിലേക്ക് വരുമ്പോൾ ബെൽജിയം, സൗത്ത് കൊറിയ, പനാമ, UEFA പ്ലേ ഓഫ് വിന്നർ പാർട്ട് സി. ദെൻ ഗ്രൂപ്പ് എല്ലിൽ ജർമ്മനി, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, UEFA പ്ലേ ഓഫ് വിന്നർ ബി. ഇതാണിപ്പോൾ ജെമിനായിയുടെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ബുദ്ധിമുട്ടേറിയ ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോൾ ഗ്രൂപ്പ് എച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രസീൽ, ഓസ്ട്രിയ, നോർവേ. ബ്രസീലിന് കനത്ത വെല്ലുവിളി ഉയർത്താൻ പറ്റിയ ടീമുകളാണ് ഓസ്ട്രിയയും നോർവേയും ഒക്കെ. പിന്നെ ജോർദാനാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിനെ ടഫസ്റ്റ് ഗ്രൂപ്പായിട്ട് ജെമിനായി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു ആവേശത്തിൽ നടത്തിയിട്ടുള്ള ഒരു ടെസ്റ്റ് മോക്ക് ഡ്രോയിൽ കിട്ടിയിട്ടുള്ള ഗ്രൂപ്പുകൾ. എന്തായാലും കാത്തിരിക്കാം രാത്രി 10:30 ഡ്രോക്ക് വേണ്ടി. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ
ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകണം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.